കലൂർ നെഹ്റു സ്റ്റേഡിയത്തിൽ നൃത്ത പരിപാടിക്കായി കിട്ടിയ താൽക്കാലിക സ്റ്റേജിൽ നിന്ന് താഴേക്ക് പതിച്ച ഉമാ തോമസ് MLAക്ക് ഗുരുതര പരിക്കാണ് പറ്റിയിരിക്കുന്നത്. തലയ്ക്കും ശ്വാസകോശത്തിനും പരിക്കേറ്റ തൃക്കാക്കര MLAയുടെ നില ഗുരുതരമായി തുടരുകയാണ്. നട്ടലിനും മുഖത്തും ചെറിയ പൊട്ടലുകളുണ്ട്. പാലാരിവട്ടത്തെ റിനൈ മെഡിസിറ്റി ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിലാണ് ഉമാ തോമസ്. വാരിയെല്ലിലെ പൊട്ടൽ മൂലം ശ്വാസകോശത്തിലേക്ക് രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട്. രക്തം കട്ടപിടിച്ച നിലയിലാണ്. അടിയന്തര ശസ്ത്രക്രിയകൾ ആവശ്യമില്ലെങ്കിലും അപകടനില തരണം ചെയ്തെന്ന് പറയാനാകില്ലെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. 24 മണിക്കൂറിന് ശേഷം മാത്രമേ തുടർ ചികിത്സകൾ സാധ്യമാകൂവെന്നാണ് അധികൃതരും അറിയിച്ചത്. ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ ബോധമുണ്ടായിരുന്നെങ്കിലും പിന്നീട് അബോധാവസ്ഥയിലായി. തലച്ചോറിന് പരിക്കുള്ളതായാണ് CT സ്കാനിംഗിൽ കണ്ടെത്തിയത്. മൃദംഗവിഷൻ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ 12,000 നർത്തകരുടെ ഭരതനാട്യ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഉടനെയാണ് VIP ഗാലറിയിൽ നിന്ന് MLA 15 അടിയോളം താഴേക്ക് വീണത്. ഞായറാഴ്ച വൈകിട്ട് 6 സംഭവം. കോൺക്രീറ്റ് പാളിയിലേക്കാണ് തലയിടിച്ച് വീണത്. തലപൊട്ടി രക്തസ്രാവം ഉണ്ടായിരുന്നു. മൂക്കിലൂടെയും രക്തം വന്നതായി ദൃക്സാക്ഷികളും പറയുന്നു. പരിപാടിയുമായി ബന്ധപ്പെട്ട് സ്ഥലത്തുണ്ടായിരുന്ന ഡോക്ടറും മറ്റും ഓടിയെത്തി തൊട്ടടുത്ത പാലാരിവട്ടം റിനൈ മെഡിസിറ്റി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. സ്റ്റേഡിയത്തിൽ ഗ്രൗണ്ടിനോട് ചേർന്ന ഗാലറിയുടെ ആദ്യ നിരയിൽ തയ്യാറാക്കിയ സ്റ്റേജിലാണ് VIP ലോഞ്ച് ഒരുക്കിയത്. ഗാലറിയിൽ നിലവിലുള്ള കസേരകൾക്ക് മുകളിൽ തട്ടടിച്ചാണ് സ്റ്റേജ് ഒരുക്കിയത്. MLA താഴത്തു നിന്ന് നടന്നു കയറി VIP ഗാലറി ഭാഗത്ത് എത്തിയ ശേഷം വിശിഷ്ടാതിഥികളെ അഭിവാദ്യം ചെയ്ത് നടന്നു നീങ്ങാൻ ഒരുങ്ങുന്നതിനിടെയാണ് വീണത്. ബാരിക്കേഡിന് പകരം കെട്ടിയിരുന്ന റിബണിൽ പിടിക്കവേ കമ്പിയടക്കം താഴേക്ക് പതിക്കുകയായിരുന്നെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഓർത്തോ, ENT, ന്യൂറോ വിഭാഗം ഡോക്ടർമാരെത്തി അടിയന്തര പരിശോധനയ്ക്ക് വിധേയയാക്കുകയും CT സ്കാനും എക്സ്റേയും അടക്കം എടുത്ത് പരിശോധിക്കുകയും ചെയ്തു. അപകടത്തിന് ശേഷം പരിപാടി തുടർന്നിരുന്നെങ്കിലും കുറച്ചു സമയത്തിനു ശേഷം പരിപാടി പൂർത്തിയാക്കുന്നതായി സംഘാടകർ അറിയിച്ചിരുന്നു. സംഘാടകർക്കെതിരെ കേസെടുക്കാൻ ADGP മനോജ് എബ്രഹാം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. അതേസമയം അപകടത്തിൽപ്പെട്ട ഉമാ തോമസ് MLAയെ കൈകാര്യം ചെയ്ത രീതി കണ്ട് നടുങ്ങിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് ദുരന്ത നിവാരണ വിദഗ്ധൻ മുരളി തുമ്മാരക്കുടിയും രംഗത്തെത്തിയിരുന്നു. നട്ടെലിനും കഴുത്തിനുമൊക്കെ പരിക്കേറ്റിരിക്കാൻ സാധ്യതയുള്ള ഒരാളെ ഉറപ്പുള്ള ഒരു സ്ട്രക്ചറിൽ വേണം എടുത്തുകൊണ്ടുപോകാൻ. എന്ത് ആത്മാർത്ഥത കൊണ്ടാണെങ്കിലും കുറച്ചാളുകൾ പൊക്കിയെടുത്തു കൊണ്ടുപോകുന്നത് പരിക്കിന്റെ ആഘാതം വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. എത്രയും വേഗം പ്രൊഫഷണലായ രക്ഷാപ്രവർത്തനം ലഭ്യമാകുമെന്ന വിശ്വാസം സമൂഹത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് ആളുകൾ പരിക്കേറ്റവരെ തൂക്കിയെടുത്ത് കിട്ടുന്ന വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കുന്നതെന്നും മുരളി തുമ്മാരക്കുടി കുറിച്ചിരുന്നു. 10,000 പങ്കെടുക്കുന്ന പരിപാടികളിൽ കാർ പാർക്കിങ്ങിനു വേണ്ടി പോലും ഡസൻ കണക്കിന് ആളുകളെ നിയമിക്കാറുണ്ട്. എന്നാൽ പ്രഥമ ശുശ്രൂഷയിൽ പരിശീലനമുള്ള 4 പേരോ അത്യാവശ്യമായ പ്രഥമ ശുശ്രൂഷ ഉപകരണങ്ങളോ ഒരിടത്തും കാണാറില്ല. ഒരു വർഷം 10,000 ആളുകളാണ് അപകടത്തിൽ മരിക്കുന്നത്. അതിൽ പല മടങ്ങ് ആളുകൾ ജീവിതകാലം മുഴുവൻ മാനസികവും ശാരീരികവുമായ വെല്ലുവിളികളോടെ ജീവിക്കുന്നു. ഈ അപകടങ്ങളും അപകടത്തിന് ശേഷമുള്ള പരിക്കുകളും മിക്കവാറും ഒഴിവാക്കാവുന്നതാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരു സുരക്ഷാ സാക്ഷരതാ പദ്ധതിയുടെ സമയം അതിക്രമിച്ചു കഴിഞ്ഞെന്നും മുരളി തുമ്മാരക്കുടി അഭിപ്രായപ്പെട്ടു.